ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മളൊരു തട്ടിക്കൂട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരമൽ കേക്ക് പുഡിങ്. ആക്ച്വലി നല്ല മടിയായിട്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഡെസേർട്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ ഉണ്ടാക്കിയൊരു പുഡിങ്ങാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഇത് നമ്മുടെ എന്താ പറയുക, ടർക്കിഷ് ട്രെസ്ലെ ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ സാധാരണ നമ്മുടെ ടീ കേക്കില്ലേ, കവറിൽ കടലാസിൽ പൊതിഞ്ഞ് കിട്ടുന്ന ടീ കേക്ക്, അതെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോർ ബോട്ട് വാങ്ങിച്ചത്. ഇനി ഇതിനെ ഞാൻ ചൂടാക്കി ആറിയ മിൽക്കാണിത്, ഒരു വാം മിൽക്ക്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. ചുമ്മാ ഈസിയാണ് കേട്ടോ, വലിയ പണിയുള്ള പുഡിങ്ങൊന്നുമല്ല. ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല, ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എല്ലാം കേക്കും നമ്മുടെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കുന്നുണ്ട്, ഒരു ട്രേയിലേക്ക് നിരത്തി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്ര തടിയിൽ നിങ്ങൾക്ക് കേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ ഹൊറിസോണ്ടലായിട്ട് നേരെ സ്ലൈസ് ചെയ്തിട്ട് 2 ലെയറാക്കിയിട്ടും വെക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു തടി ഒരു തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് പിന്നെ അങ്ങനെ തോന്നി. ഇതിന് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ക്രീം തയ്യാറാക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ലെയറില്ലേ, അതിൻ്റെ മേലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റിറ്റ്സിൻ്റെ സ്റ്റാർ വിപ്പ് എന്ന് പറഞ്ഞ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെപ്പോഴും പുഡിങ്ങിന് ഡയറി വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക. നോൺ ഡയറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മേലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്നൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കണം തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോകണം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് കേട്ടോ. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ചെയ്തത്. ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അറിയാമല്ലോ, കാരമലൈസ് ചെയ്യുന്നത് ഒരു ട്രിക്കി പാർട്ടാണ്. കാരണം നമ്മുടെ കണ്ണോ ശ്രദ്ധയോ ഒന്ന് തെറ്റിയാൽ മതി, അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബേൺ ആവും. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും, അതൊക്കെ ഇളകിക്കോളും, കുഴപ്പമില്ല. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇതിവിടെ ഏകദേശം എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു കുഞ്ഞി ക്യൂബ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 200 മില്ലിയുടെ ഫ്രഷ് ക്രീമിൻ്റെ ഒരു പാക്കറ്റ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തണുത്ത ക്രീം ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോകും കേട്ടോ. ഈ ഒരു കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം എടുത്താൽ മതി. ഇനി കട്ട കെട്ടിയാലും കുഴപ്പമില്ല, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളകിക്കൊണ്ട് നിന്നാൽ അതൊക്കെ മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ തുടരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു കാരമൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയാൽ ഓഫ് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെച്ച പുഡിങ്ങാണ്. പിന്നെ അതുപോലെ നമ്മുടെ കാരമൽ നന്നായിട്ട് തണുത്തതിന് ശേഷം, നന്നായിട്ട് കൂളായതിന് ശേഷം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ. ഇനി ഇതിനെ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാം. നിങ്ങൾക്കിത് അപ്പാടെ ഒരു ലെയറായിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വളരെ ഈസിയാണ്, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിനെ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ചെറുതായിട്ട് സൈഡിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാൻ പോവാണ്. നിങ്ങളെ ഇഷ്ടം പോലെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ കേക്ക് പുഡിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരമൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഇഷ്ടമായാലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി, സൈനിങ് ഓഫ്. ടേക്ക് കെയർ.